വിദ്യാർത്ഥികൾക്ക് ചെറുപ്പത്തിലെ തന്നെ ജനാധിപത്യ അവബോധം എന്ന ലക്ഷ്യത്തിലാണ് സ്കൂളുകളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്നാൽ പൊതു തിരഞ്ഞെടുപ്പിലെ പോലെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള വോട്ടിംഗ് കുട്ടികൾക്ക് പുതിയ അനുഭവമായി. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. വോട്ടിംഗ് മെഷീനിൽ ആദ്യ വോട്ട് ചെയ്ത് കുട്ടി വോട്ടർമാർ. ചെറുപുഴ JMUP സ്കൂളിലാണ് സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടന്നത്. ആദ്യമായി വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തിയതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ. ജൂൺ 25 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 29-ാം തീയതി വൈകുന്നേരം 4 മണിയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന സമയം. അവസാന ഘട്ടത്തിൽ 7 സ്ഥാനാർത്ഥികളായിരുന്നു രംഗത്തുണ്ടായിരുന്നത്. തുടർന്ന് പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നു. ക്ലാസ്സിലൂടെ കയറി മുഴുവൻ വിദ്യാർത്ഥികളുടെയും വോട്ട് ഉറപ്പിക്കുന്നതിന് സ്ഥാനാർത്ഥികൾ ശ്രദ്ധിച്ചു. വോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏഞ്ചൽ റോസ് നമ്മൾ ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ഏഞ്ചൽ റോസ്. അവൾ പിന്നെ പുതിയാണ്. അവളെല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്ന് പറയുന്നു. അവൾ വിജയിച്ചാൽ സ്കൂളിന് വേണ്ടി മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയിലൂടെ സ്ഥാനാർത്ഥികൾ വോട്ടർമാരുടെ ശ്രദ്ധ ആകർഷിച്ചു. സ്കൂളിലെ ഡെപ്യൂട്ടി ലീഡർ തിരഞ്ഞെടുപ്പിൽ ഞാനും മത്സരിക്കുന്നു. എന്റെ പേര് അനിൽ തന്നെ. ഞാൻ 6 ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ ആന എന്ന ചിഹ്നത്തിൽ നിങ്ങൾ ഓരോരുത്തരും വോട്ട് രേഖപ്പെടുത്തി എന്നെ ജയിപ്പിച്ചു. എന്റെ പേര് ശ്രീലയ. ഞാനിവിടെ 7 ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ വർഷത്തെ 2024-25 അധ്യയന വർഷത്തെ സ്കൂൾ ലീഡർ ഡെപ്യൂട്ടി ലീഡർ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നുണ്ട്. 2024-25 വർഷത്തെ സ്കൂൾ ലീഡർ ഡെപ്യൂട്ടി ലീഡർ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിക്ക് ഞാനുണ്ട്. എന്റെ ചിഹ്നം ഉദയസൂര്യനാണ്. അപ്പൊ എല്ലാവരും വോട്ട് ചെയ്യും. ഞാൻ 7 ക്ലാസ് പഠിക്കുന്നു. ഈ വർഷത്തെ സ്കൂൾ ലീഡർ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനാർത്ഥിക്ക് ഞാൻ മത്സരിക്കുന്നുണ്ട്. എന്റെ ചിഹ്നം ആപ്പിളാണ്. നിങ്ങളുടെ വിലയേറിയ വോട്ട് എനിക്ക് അത് തന്നെ വിജയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ 6 ക്ലാസ്സിൽ പഠിക്കുന്നു. 2024-25 സ്കൂളിലെ ഡെപ്യൂട്ടി ലീഡർ മത്സരത്തിൽ ഞാൻ പങ്കെടുത്തു. നിങ്ങളുടെ വിലയേറിയ വോട്ട് എനിക്ക് തന്നെ സ്ഥാനത്ത് ജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്റെ പേര് മുഹമ്മദ് ഫൈസ്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഈ വർഷത്തെ 2024-25 വർഷത്തെ സ്കൂൾ ലീഡർ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. 4 ബൂത്തുകളായിരുന്നു സജ്ജീകരിച്ചിരുന്നത്. പ്രിസൈഡിംഗ് ഓഫീസർമാരായും പോളിംഗ് ഓഫീസർമാരായും അധ്യാപകർ ചുമതലയേറ്റു. ഓഫീസർമാർക്കുള്ള പരിശീലനവും നൽകി. സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ക്രമസമാധാന ചുമതല നിർവഹിച്ചു. 4 മുതൽ 7 വരെ ക്ലാസുകളിലെ കുട്ടികൾക്കായിരുന്നു വോട്ടവകാശം. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ P. ജീന, വരണാധികാരി K. സതീഷ്, കൺട്രോളിംഗ് ഓഫീസർമാർ K. അജിത്, CK രജീഷ്, ശ്യാംകൃഷ്ണൻ എന്നിവർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. दिलजीत राज, ആകെ 695 വോട്ടുകൾ പോൾ ചെയ്തു. K. ദിൽജിത് രാജ് 238 വോട്ടുമായി സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു. 156 വോട്ടുമായി N. മുഹമ്മദ് ഫയാസ് ഡെപ്യൂട്ടി ലീഡറായും തെരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂളിന് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് ഞാൻ പറയുന്നു.
ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയോട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.